business support services, importance of banking, capital formation, services to business, and reduces use of currency. അപ്പോൾ ബിസിനസ് സപ്പോർട്ട് സർവീസസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഒരു ബിസിനസ് റൺ ചെയ്ത് പോകണമെങ്കിൽ അതിന് അതിൻ്റെ ചുറ്റുപാട് ചില സപ്പോർട്ട് സർവീസസ് ആവശ്യമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. Businessman buys goods from the main market, carries those goods to his shop, stores those systematically, and as per customer demand sell this good. They require to arrange funds. അപ്പോൾ ബിസിനസ്മാന് മെയിൻ മാർക്കറ്റിൽ നിന്നും ഹോൾസെയിൽ റേറ്റിന് സാധനങ്ങൾ വാങ്ങുന്നു. എന്നിട്ട് അത് എവിടെ കൊണ്ടുപോകുന്നു? അവൻ്റെ ഷോപ്പിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് ഷോപ്പിൽ കൊണ്ടുപോയതിന് ശേഷം അതിന് സൂക്ഷിച്ച് വെക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് സിസ്റ്റമാറ്റിക്കലി ആസ് പെർ ദ കസ്റ്റമർ ഡിമാൻഡ്, കസ്റ്റമർ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അതിനെ സെയിൽ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഒരു പ്രോസസ്സാണ്. ദേ റിക്വയർ ടു അറേഞ്ച് ഫണ്ട്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് വരിക, അതിനെ സ്റ്റോർ ചെയ്യുക, എന്നിട്ട് കസ്റ്റമർക്ക് ഡിമാൻഡ് വരുന്ന സമയത്ത് വിൽക്കുക. അപ്പോൾ ഇതിനെല്ലാം എക്സ്പെൻസ് ഉണ്ട്, ചിലവുണ്ട്, ഫണ്ട് ആവശ്യമാണ്. While doing all these activities, the businessman or owner require various help or support from others. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ ബിസിനസ്മാൻ അല്ലെങ്കിൽ ഓണർക്ക് ഒരുപാട് സഹായങ്ങൾ പുറത്തുനിന്ന് ആവശ്യമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ടേക്ക് ലോൺ ഫ്രം ബാങ്ക്, ഹയർ എ ടെമ്പോ ഓർ ട്രക്ക് ഇൻ ക്യാരിങ് ഗുഡ്സ്. അല്ലേ, ചിലപ്പോൾ ട്രക്ക് വാങ്ങേണ്ടി വരും, അല്ലെ ഒരു ടെമ്പോ വാങ്ങേണ്ടി വരും, പിന്നെ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ പുറത്തുനിന്നുള്ള സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബിസിനസ് സപ്പോർട്ട് സർവീസസ് റെഫേഴ്സ് ടു ദോസ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആക്ട് ആസ് auxiliaries to trade and facilitate smooth flow of goods from producer to consumer. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾ പ്രൊഡ്യൂസറാണ്, അല്ലേ, മാനുഫാക്ചററാണ് ആൾ. ആ സാധനം ഉപയോഗിക്കുന്ന ആൾ കൺസ്യൂമറാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറിൽ നിന്നും ആ ഒരു ഗൂഡ്സ് കൺസ്യൂമറിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് സർവീസസ് ആർക്ക് ആവശ്യമാണ്? ബിസിനസ് ഓണർക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെ പറയുന്നത് ഓക്സിലറീസ് ടു ട്രേഡ് എന്നാണ്, അതായത് സപ്പോർട്ട് ടു ട്രേഡ് എന്നാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് സപ്പോർട്ട് സർവീസസ് സച്ച് ആസ് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, വെയർഹൗസിങ്. ബാങ്കിങ് നമുക്കറിയാം, നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും, അതുപോലെ തന്നെ ക്യാഷ് റിസീവ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ലോൺ എടുക്കാനൊക്കെ ബാങ്കിങ് ആവശ്യമാണ്. ഇൻഷുറൻസ് നമുക്ക് ആവശ്യമാണ്. ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമുള്ളത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ, അല്ലേ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസ് വേണം. ട്രാൻസ്പോർട്ടേഷൻ വേണം, അല്ലേ, ഒരു സാധനം നമുക്ക് അങ്ങ്, അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്, അല്ലേ, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം, അല്ലേ, ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് മാത്രമല്ല വെയർഹൗസിങ്, അല്ലേ, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകുന്ന സമയത്ത്, പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന് ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല. ഡിമാൻഡ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വെയർഹൗസിൽ സൂക്ഷിക്കണം, അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനെ വെയർഹൗസിംഗ് എന്ന് പറയും. ഇത്രയും സപ്പോർട്ട് സർവീസസ് എന്താണ്? ഇത് ഓക്സിലറീസ് ടു ട്രേഡ്, സപ്പോർട്ടിംഗ് സർവീസസ് ടു ട്രേഡ് എന്നാണ് പറയുന്നത്. Banking helps in providing finance and payment facilities. It refers to the various services provided by banks such as acceptance of deposits, grants of loans and advances and other supplementary services. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ നമുക്കറിയാം പ്രൊവൈഡിങ് ഫിനാൻസ്, അല്ലേ, കടം കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്. ആൻഡ് പേയ്മെൻറ്റ് ഫെസിലിറ്റീസ്, ഇല്ല, നമുക്കറിയാം ഇന്ന് ആൾക്കാർ ഗൂഡ്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ ഓൺലൈൻ ട്രാൻസ്ഫർ ആയിട്ട് ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ബാങ്കിങ് സർവീസസ് ആണ്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു വേരിയസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക് സച്ച് ആസ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്, അല്ലേ, നമ്മുടെ പൈസ നമുക്ക് ക്യാഷ് എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രാൻഡ് ഓഫ് ലോൺസ്, നമുക്ക് ലോൺസ് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അഡ്വാൻസസ് ആൻഡ് അതർ സപ്ലിമെൻ്ററി സർവീസസ്, അല്ലേ, നമുക്കിപ്പോൾ ചെക്ക് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, അല്ലേ, അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, നമ്മുടെ ബിൽസ് വെച്ച് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തരം ഒരുപാട് സർവീസസ് ആണ് നമ്മൾ ഇന്ന് ബിസിനസ്സിന് വേണ്ടിയിട്ട് ബാങ്കിങ് ചെയ്യുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലത്ത് നമുക്കൊരു ബിസിനസ്സിനെ വിത്തൗട്ട് ബാങ്കിങ് ഇല്ലാതെ ഒരിക്കലും നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ബാങ്കിങ്ങിന് ഉണ്ട്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്കിങ്, അല്ലേ, എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്കിങ്ങിനകത്ത് നമുക്ക് നോക്കാനുള്ളത്? ക്യാപിറ്റൽ ഫോർമേഷൻ, സർവീസസ് ടു ബിസിനസ്, reduces use of currency, mobilization of savings,
ബെനിഫിറ്റ്സ് ഓഫ് റൂറൽ ഇക്കോണമി, ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കോണമി, ഡെവലപ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പോളിസി. എന്താണ് ഇതിലൂടെ പറയുന്നത്? ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമാണ്. ആ സമയത്ത് ആരുടെ സഹായം വേണം? ബാങ്കിൻ്റെ സഹായം വേണം. ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാഷ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ സഹായമാണ്. ക്യാപിറ്റൽ ഫോം ചെയ്യാൻ സഹായം വേണം. സർവീസസ് ടു ബിസിനസ് ഇല്ലേ, ഒരുപാട് സർവീസസ് നമ്മളിപ്പോൾ പറഞ്ഞു ഇല്ലേ, എല്ലാ ചെക്ക് ഫെസിലിറ്റിയും അക്കൗണ്ട് ട്രാൻസ്ഫറും അതുപോലെ തന്നെ എന്താണ് ലോക്കർ ഫെസിലിറ്റി, അങ്ങനെ ഒരുപാട് സർവീസസ് ബാങ്ക് ബിസിനസ്സിന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ്യൂസസ് യൂസ് ഓഫ് കറൻസി. നമുക്കറിയാം കാർഡ് പേയ്മെൻറ്റ് ഇല്ലേ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കറൻസിയുടെ യൂസ് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, നമ്മുടെ ബിസിനസ്സിനകത്തുള്ള പൈസ, ക്യാഷ്, അതിനെ നമുക്ക് എവിടെ സേവ് ചെയ്ത് വെക്കാം? ബാങ്കിനകത്ത് സൂക്ഷിച്ച് വെക്കാം. അതുമാത്രമല്ല ബെനിഫിറ്റ്സ് ടു റൂറൽ ഇക്കോണമി. എങ്ങനെയാണ് റൂറൽ ഇക്കോണമിയിലേക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എത്തുന്നത്? ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അത് ടൗൺ ഏരിയാസിൽ മാത്രമല്ല നടത്തുന്ന, എല്ലാ ഏരിയാസിലും നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കാര്യങ്ങളെല്ലാം ആര് കൊടുക്കുന്നുണ്ട്? ബാങ്കിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ റൂറൽ ഇക്കോണമിയുടെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കോണമി അല്ലേ. ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തീരെ ഡെവലപ്മെൻറ്റ്സ് ഇല്ലാത്ത ഏരിയയും അല്ലേ, ഗ്രാമങ്ങൾ, വില്ലേജസും അതുപോലെ തന്നെ ടൗൺ ഏരിയാസും. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലാതെ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര് ട്രൈ ചെയ്യുന്നുണ്ട്? ബാങ്ക്സ് ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പോളിസി. ഡെവലപ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു ക്രെഡിറ്റ് പോളിസി ഇല്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. നമുക്കൊരു ഇപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നത്, ആ സമയത്തൊക്കെ ആൾക്കാർ ചെയ്യുന്നത് ഹോം ലോൺ എടുക്കാം. വീട് വെക്കുന്ന സമയത്ത് ഹോം ലോൺ എടുക്കുന്നത്, വണ്ടി വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവർ വെഹിക്കിൾ ലോൺ എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിക്ക് ഒരു 10 ലക്ഷമോ അല്ലെങ്കിൽ 15 ലക്ഷമോ 20 ലക്ഷമോ എടുക്കുന്നുണ്ടാവുന്ന സമയത്ത് ആൾക്കാർക്ക് അത് ഒന്നിച്ച് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആര് സഹായിക്കുന്നത്? ബാങ്ക്സ് സഹായിക്കുന്നത്, ലോൺ കൊടുത്ത് സഹായിക്കും. അപ്പോൾ അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അവർ പിന്നീട് അടച്ചു തീർക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടുണ്ടായതാണ്? ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് പോളിസി കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്യാപിറ്റൽ ഫോർമേഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബാങ്കിങ് ഇൻഡയറക്ട്ലി കൺവേർട്ട് സേവിങ്സ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇറ്റ് ലീഡ്സ് ടു ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കോണമി. നമുക്കറിയാം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്ന ക്യാഷ്, നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിനെ ബാങ്ക് അങ്ങനെ തന്നെ വെക്കുന്നതല്ല. ബാങ്ക് അതിനെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാർ അതിനെ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ലീഡ്സ് ടു ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കോണമി. അങ്ങനെ ഫണ്ട് മാർക്കറ്റിൽ ഇങ്ങനെ റോൾ ആവുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കോണമി, നമ്മുടെ ഇക്കോണമി, നമ്മുടെ സാമ്പത്തികം ഡെവലപ്മെൻറ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പറയുന്നത് സർവീസസ് ടു ബിസിനസ് ആണ്. പ്രൊവൈഡിങ് വേരിയസ് സർവീസസ് സച്ച് ആസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻസ്, അറേഞ്ചിങ് റെമിറ്റൻസ് ഓഫ് മണി ആൻഡ് കളക്ഷൻ ഓഫ് ചെക്സ് ആൻഡ് ബിൽസ് എക്സെട്ര. അതായത് ബാങ്കിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം, ഷോർട്ട് ടേം ആയിട്ടുള്ള, ലോങ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതലും, ഷോർട്ട് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിൽ താഴെയുള്ള ലോൺസ്. അതുപോലെ തന്നെ അറേഞ്ചിങ് റെമിറ്റൻസ് ഓഫ് മണി ഇല്ലേ, അതായത് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലത്തെയുള്ള കളക്ഷൻ ഓഫ് ചെക്സ് ആൻഡ് ബിൽസ്, ബിസിനസ്സിൻ്റെ ബിൽസ്, ചെക്സ്, ഇതൊക്കെ ബിസിനസ്സിന് പകരമായിട്ട് ആര് കളക്ട് ചെയ്യും? ഈ ബാങ്കുകൾ കളക്ട് ചെയ്യും. ആൻഡ് അസിസ്റ്റിംഗ് ഇൻ റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ ബൈ ആക്ടിംഗ് ആസ് ആൻ അണ്ടർറൈറ്റേഴ്സ് ആൻഡ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആൻഡ് സോ ഓൺ. അതായത് ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മർച്ചൻറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ്, ഇതൊക്കെ ബിസിനസ്സിലെ ഓരോ കൺസെപ്റ്റാട്ടോ, ഓരോ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ അതിനൊക്കെ ആര് സഹായിക്കും? ഈ ബാങ്ക്സ് സഹായിക്കുന്നതാണ് പറയുന്നത്. അടുത്ത പറയുന്നത് റെഡ്യൂസസ് യൂസ് ഓഫ് കറൻസി. നമ്മളിത് പറഞ്ഞു. ട്രാവലേഴ്സ് ക്യാൻ ക്യാരി ട്രാവലേഴ്സ് ചെക്സ്, ക്രെഡിറ്റ് കാർഡ്സ് എക്സെട്ര ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്. സോ യൂസ് ഓഫ് കറൻസി ഈസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ഇന്ന് എല്ലാ മേഖലയിലും ആൾക്കാർ കറൻസി യൂസ് ചെയ്യുന്നത് കുറച്ചിട്ടുണ്ട്. ആൾക്കാർ മൊബൈൽ ബാങ്കിങ്ങിലൂടെയും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെയും ഒക്കെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലൂടെ കറൻസിയുടെ യൂസ് ആൾക്കാർ കുറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് അലൗ സേവിങ്സ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. നമുക്കറിയാം കറണ്ട് അക്കൗണ്ട് അറിയാം, ബിസിനസ്സുകാർ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് നമുക്കറിയാം അല്ലേ, ഫിക്സഡ് ഡെപ്പോസിറ്റ് FD അക്കൗണ്ട് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് തരം ഡെപ്പോസിറ്റ് എവിടെ ചെയ്യുന്നുണ്ട്? ബാങ്കിൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഫെസിലിറ്റീസ് ഓഫ് വിഡ്രോവൽ ആസ് ആൻഡ് വെൻ ഡിസൈഡ് അല്ലേ, എപ്പോഴാണോ അവർക്ക് വിഡ്രോവൽ ചെയ്യേണ്ടത്, പിൻവലിക്കേണ്ടത്, ആ സമയത്ത് അവർക്ക് ATM ത്രൂ ആയിട്ടും ബാങ്കിലെ ബ്രാഞ്ചിൽ പോയിട്ടൊക്കെ പിൻവലിക്കാൻ വേണ്ടി പറ്റും.
ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓൺ ഡെപ്പോസിറ്റ് എൻകറേജസ് പീപ്പിൾ ടു സേവ് മണി അല്ലേ. അപ്പോൾ എല്ലാത്തിനും ബാങ്കിലിടുന്ന ക്യാഷിനുള്ള ബാങ്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ്, പലിശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അടുത്ത് പറയുന്നത് ബെനിഫിറ്റ്സ് ടു റൂറൽ ഇക്കോണമി. നമ്മളത് പറഞ്ഞു, റൂറൽ ബ്രാഞ്ചസ് ഓഫ് ബാങ്ക്സ് ഹെൽപ്സ് ഇൻ മൊബിലൈസിങ് സേവിങ്സ് ഇൻ റൂറൽ ഏരിയാസ്. നമുക്കറിയാം ഒരുപാട് ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. അത് അവിടുത്തെ ആൾക്കാരുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല പ്രൊവൈഡിങ് ലോൺസ് ടു ഫാമേഴ്സ്, ഇല്ലേ, ഗ്രാമങ്ങളിലുള്ള കർഷകർക്ക് ലോൺ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ബാങ്കുകളാണ്. അപ്പോൾ അതൊരു റൂറൽ ഇക്കോണമിയിലേക്ക് ഒരു ബെനിഫിറ്റഡ് ആണ്. അടുത്തത് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കോണമി, ഐഡൻറ്റിഫൈങ് ഏരിയാസ് ദാറ്റ് നീഡ് സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് നെസസറി ടു ഹെൽപ്പ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, തീരെ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തൊരു ഏരിയയിൽ പോയിട്ട് ബാങ്കുകൾ അത്തരം ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത്തരം ഏരിയയിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് അവിടെ ഫണ്ട് കൊടുക്കാറുണ്ട്. അത്തരം ഫണ്ട് കൊടുക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വ്യവസായശാലകൾ വരാനും അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ജോലി സാധ്യത ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതൊരു ബാങ്ക് ചെയ്യുന്നൊരു സഹായമാണ്. അടുത്ത പറയുന്നത് ഓൾസോ ഐഡൻറ്റിഫൈങ് ബാക്ക്വേർഡ് റീജൻസ് ആൻഡ് ഹെൽപ്പ് ഇൻ ദെയർ ഇക്കോണോമിക്. ബാക്ക്വേർഡ് റീജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം റൂറൽ ഏരിയാസാണ്, ഗ്രാമപ്രദേശങ്ങളാണ് തീരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള, അതായത് കാസ്റ്റിൻ്റെ ബേസിലും ഇക്കണോമിക്കലിയും ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഡെവലപ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പോളിസി. Credit policy is a prerequisite for economic development. Central Bank of country develop a proper monetary policy. രാജ്യത്ത് ഏത് രീതിയിൽ ക്രെഡിറ്റ് പോളിസി എന്നുള്ളത് നമുക്കറിയാം. ബാങ്ക് കടം കൊടുക്കുന്നത്, അതായത് ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സിലാണ്. ഹോം ലോൺസ്, വെഹിക്കിൾ ലോൺസ്, പേഴ്സണൽ ലോൺസ് ഒക്കെ. അപ്പോൾ അത് എത്ര വരെ കൊടുക്കാമെന്നുള്ളതും പിന്നെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പോളിസീസ് ആരുണ്ടാക്കിയിട്ടുണ്ട്? ബാങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ലോണാണ് കൊടുക്കാൻ പറ്റുക, പിന്നെ എന്താണ് അവർക്കുള്ള ക്വാളിറ്റീസ്, എന്താണ് ഉണ്ടാവേണ്ടത്, എലിജിബിലിറ്റി എന്താണ്, യോഗ്യത എന്താണ്, ലോണ് സ്വീകരിക്കാനുള്ള യോഗ്യത എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ളൊരു ക്രെഡിറ്റ് പോളിസി അവരുണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഏതൊക്കെ ടൈപ്പിലുള്ള ബാങ്കുകളാണ് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ഒന്നാമത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക്, 2 കോപ്പറേറ്റീവ് ബാങ്ക്, 3 ഡെവലപ്മെൻറ്റ് ബാങ്ക്, 4 സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, 5 സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഇതിൽ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിനകത്ത് 2 തരത്തിലുള്ള ബാങ്കുകളുണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്കും പബ്ലിക് സെക്ടർ ബാങ്കും, അതുപോലെ തന്നെ ഫോറിൻ ബാങ്ക്സും ഉണ്ട്. ഫോറിൻ ബാങ്ക്സ് വളരെ ചുരുക്കം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. എന്നാൽ പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. ഈ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കാനറ ബാങ്ക്, അതുപോലെ എന്താണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതൊക്കെ ഇന്ന് ഒരു കോലീഷൻസ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനകത്ത്. എന്നാലും ഇതൊക്കെ പബ്ലിക് സെക്ടർ ബാങ്കാണ്, ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താണ് കൺട്രോളിലുള്ള ബാങ്ക്സാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ, അല്ലേ, വ്യക്തികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുടെ അണ്ടറിലുള്ളതാണ്. നമുക്കറിയാം ICICI ബാങ്ക്, അതുപോലെ തന്നെ HDFC ബാങ്ക്, അതുപോലെ തന്നെ ഇൻഡസിൻഡ് ബാങ്ക്. ഈ ബാങ്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. ഫോറിൻ ബാങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളുടെ ബാങ്ക്സ് ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യുന്നതിന് ഫോറിൻ ബാങ്ക്സ് എന്ന് പറയും. നമുക്കറിയാം യെസ് ബാങ്ക്, ഇതൊക്കെ ഫോറിൻ ബാങ്ക്സ് ആണ്. പിന്നെ നമുക്കറിയുന്നത് കോപ്പറേറ്റീവ് ബാങ്കാണ്. അത് വേറൊരു ടൈപ്പ് ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അണ്ടറിലുള്ളതാണ്. നമുക്കറിയാം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും എന്തുണ്ട്? കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ, സംസ്ഥാനങ്ങളുടെ അണ്ടറിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് IDBI, അല്ലേ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ എന്താണ് ICICI, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്. അതുപോലെ തന്നെ ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. സോ ഇതെല്ലാം ഡെവലപ്മെൻറ്റൽ ബാങ്കാണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ലോൺ കൊടുക്കുന്ന ആൾക്കാരാണ് അവർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കർഷക ഫാമേഴ്സിന് മാത്രം കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ട് കൊടുക്കുക. അപ്പോൾ അത്തരം ബാങ്കുകൾ സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ഒരേ ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക്, അതാണ് RBI, അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കാണ്. ഈ സെൻട്രൽ ബാങ്കാണ് ബാക്കിയുള്ള എല്ലാ ബാങ്കുകളെയും, രാജ്യത്തുള്ള ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും ഡെവലപ്മെൻറ്റൽ ബാങ്ക് ആണെങ്കിലും സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും അതിനെല്ലാത്തിനെയും ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും കൺട്രോൾ ചെയ്യുന്ന ഒരു ബാങ്കാണ് ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറയുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ഗ്രാൻഡ് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദിയർ കസ്റ്റമേഴ്സ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താ ചെയ്യുന്നത്? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു, എന്നിട്ട് ആൾക്കാർക്ക് ലോൺസ് കൊടുക്കുന്നു. ഓൾസോ സ്റ്റാർട്ടഡ് ഗിവിങ് മീഡിയം ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. അല്ലേ, വ്യവസായങ്ങൾക്കും ബിസിനസ്സിനൊക്കെ അവർ ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ടുള്ള ഫണ്ട് ലോണും കൂടി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് നോക്കാം നമുക്ക്. മെജോറിറ്റി സ്റ്റേക്ക് ഈസ് ഹെൽഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒന്നുകിൽ അതിൻ്റെ ഷെയർ കൂടുതലും ആരുടെ കയ്യിലായിരിക്കും? പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരിക്കും. എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI, സ്റ്റേറ്റ് ഓഫ് ബാങ്ക് ഓഫ് ബറോഡ, സിൻഡിക്കേറ്റ് ബാങ്ക്, ദീന ബാങ്ക് എക്സെട്ര. അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് നോക്ക്. മെജോറിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി ബാങ്ക് ഈസ് ഹെൽഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരിക്കും കൂടുതൽ ഷെയർ ഉണ്ടാവുക. അതിലാർക്കും കൂടി ഷെയർ ഉണ്ടാവും? ഗവൺമെൻറ്റിനും RBIക്ക് ഷെയർ ഉണ്ടാവും. ബാങ്ക് എക്സാമ്പിൾ ICICI ബാങ്ക്, കൊട്ടക് ബാങ്ക്, HDFC ബാങ്ക് എക്സെട്ര. അതുപോലെ തന്നെ ഫോറിൻ ബാങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ഓപ്പറേറ്റ് ദെയർ ബ്രാഞ്ചസ് ഇൻ അവർ കൺട്രി. അതായത് വിദേശ രാജ്യങ്ങളിൽ ഉള്ള വിദേശ ബാങ്കുകൾ അവരെവിടെയും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്തും കൂടി അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബാങ്കുകൾ ഏതൊക്കെയാണ്? HSBC, സിറ്റി ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക്, ABN, ആംബ്രോ ബാങ്ക് എക്സെട്ര. ഈ ബാങ്കുകളെല്ലാം വിദേശത്താണ് അതിൻ്റെ എന്താണ് ഇൻകോർപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിലും അത് എവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഫോറിൻ ബാങ്ക്സ് എന്നാണ് പറയുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ബാങ്കാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് itself in banking business is called a cooperative bank. Rate of interest charged is usually low. There are 3 types of cooperative banks operating in India: primary credit societies, central cooperative banks and state cooperative banks. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നടത്തുന്ന ബാങ്കിങ് ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. 3 ടൈപ്പിൽ നമുക്ക് കാണാം. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസും സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സുമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം. അടുത്ത ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. പ്രൊവൈഡ് മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രി. വ്യവസായങ്ങൾക്ക് ലോങ് ടേമോ മീഡിയം ടേം ലോൺസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവർ. അസിസ്റ്റ് ദ പ്രൊമോഷൻ, എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ. അല്ലേ, പ്രൊമോഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എക്സ്പാൻഡ് വെൽതാക്കാൻ വേണ്ടിയിട്ട് മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലോൺ കൊടുക്കുന്നതാണ്. ദി ഓൾസോ പ്രൊവൈഡ് ടെക്നിക്കൽ അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻസ് ഇഫ് നീഡഡ്. അല്ലേ, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള, ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസ് അതുപോലെ തന്നെ അസിസ്റ്റൻസ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ, ബാങ്കിൻ്റെ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ. അല്ലേ, അതുപോലെ തന്നെ IFCI, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ SFC. പിന്നെ നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ്. ദർ ആർ സം ബാങ്ക്സ് വിച്ച് എൻഗേജ് ദംസെൽവ്സ് ഇൻ സം സ്പെസിഫിക് ഏരിയ. അല്ലേ, ഞാൻ പറഞ്ഞു ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം ലോൺ കൊടുക്കുന്ന ആൾക്കാരാണ് ദസ് കോൾഡ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. എക്സിം ബാങ്ക്, SIDBI, NABARD ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ്. നമുക്കറിയാം എക്സിം ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ലോൺ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അല്ലേ, ഇൻഡസ്ട്രികൾക്ക് കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല NABARD, അല്ലേ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെൻറ്റിനും ബാങ്ക് ലോൺ കൊടുക്കുന്ന ആൾക്കാരാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയും. ലാസ്റ്റ് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. എൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗൈഡിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ ബാങ്കിങ് സിസ്റ്റം. അപ്പെക്സ് ബാങ്ക് ആണ് ഹയസ്റ്റ് ഫിനാൻഷ്യൽ അതോറിറ്റി. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും അപ്പെക്സ് ബാങ്ക്, ഏറ്റവും ടോപ്പിലുള്ള ബാങ്ക്, അത് മാത്രമല്ല ഹയസ്റ്റ് ഫിനാൻഷ്യൽ അതോറിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കാണ്. RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്തെ അപ്പെക്സ് ബാങ്ക് അഥവാ സെൻട്രൽ ബാങ്ക് എന്ന് പറയാം. അപ്പോൾ അവരാണ് രാജ്യത്തുള്ള എല്ലാ ബാങ്കിങ്ങിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നോക്കാം. ബാങ്ക്സ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്? ഒന്നാമത്തെ പ്രൈമറി ഫങ്ഷനാണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആണ്. അതായത് മാർക്കറ്റിലുള്ള ആൾക്കാരിൽ നിന്നും പബ്ലിക്കിലുള്ള ആൾക്കാരിൽ നിന്നും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, പൈസ സ്വീകരിക്കുക. അപ്പോൾ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ നിന്നും സ്വീകരിക്കുന്ന ഫണ്ട് തന്നെയാണ്. അതുമാത്രമല്ല പബ്ലിക് അഷ്യൂർഡ് സേഫ്റ്റി ഓഫ് ഫണ്ട്സ് ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക്. അല്ലേ, നമുക്കറിയാം പബ്ലിക്കിൽ നിന്നും ഒരുപാട് ഫണ്ട് ആൾക്കാർ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. പ്രൊവൈഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് വിത്ത് ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ബാങ്കിൽ ആൾക്കാർ കൊണ്ടുപോയിടുന്ന ക്യാഷ് അത് ഒരേ ടൈപ്പിലുള്ള അക്കൗണ്ടുകളല്ല, വേറെ ടൈപ്പിലുള്ള അക്കൗണ്ടുകളാണ്. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റെക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നോർമലി നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്ന അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. നമ്മുടെ സേവിങ്സ് ആണത്. അതിന്
വളരെ കുറവ് ഇൻട്രസ്റ്റ് റേറ്റാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഓപ്പൺ ചെയ്യുന്നതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയാം. അത് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനും എത്ര തവണ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അതിനകത്തുണ്ട്. അത് മാത്രമല്ല ഓവർ ഡ്രാഫ്റ്റ് OD എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി കൂടി അതിനകത്തുണ്ട്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് തരും. ഇൻട്രസ്റ്റ് റേറ്റ് നല്ലോണം കൂടുതലുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. അതിനെ സേവിങ്സിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. അതായത് FD ഇട്ട് കഴിഞ്ഞാൽ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ATM ത്രൂ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ RD അക്കൗണ്ട്, അതായത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടേം അക്കൗണ്ടാണ്. ടേം അക്കൗണ്ട് എന്ന് പറയുന്നത് അത് എന്താണ്, ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പോലെയാണ് ആൾക്കാരത് ചെയ്യുന്നത് ബാങ്കിൽ. അതും നമുക്ക് എന്താണ് എല്ലാ സമയത്തും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതല്ല. ബാങ്കിൻ്റെ കൃത്യമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെൻഡിങ് മണിയാണ്, കടം കൊടുക്കലാണ്, ലോൺ കൊടുക്കലാണ്. ലെൻഡിങ് മണി ടു പബ്ലിക് ആസ് വെൽ ആസ് ടു ദി ബിസിനസ് ഹൗസസ് അല്ലെ. ബിസിനസ്സിനും പബ്ലിക്കിനും ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ലോൺ കൊടുക്കുന്നുണ്ട്. ടേക്സ് ഫോം ഓഫ് ലോൺസ് അല്ലേ, അതൊരു ഫോം ഓഫ് ലോണാണ്. അതുമാത്രമല്ല അഡ്വാൻസസ് ടു കസ്റ്റമേഴ്സ് അറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. എന്താണ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കും. ഇത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ തീരുമാനിക്കും കൊടുക്കുന്ന സമയത്ത്. ലോൺസ് ഗ്രാൻഡഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് അല്ലേ. അവർ പറയും ഇത്ര കൊല്ലത്തേക്ക്, 1 കൊല്ലത്തേക്ക്, 2 കൊല്ലത്തേക്ക്, 10 കൊല്ലത്തേക്ക്, 15 കൊല്ലത്തേക്ക് അവർ പറയും, ഇത്ര കൊല്ലത്തേക്ക് എന്ന് പറയും. അതുമാത്രമല്ല ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആർ ജനറലി ഗ്രാൻഡഡ് എഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് സർട്ടൈൻ അസറ്റ്. അതായത് ഒരു കൊലാട്രൽ, ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ബാങ്ക് എന്ത് കൊടുക്കില്ല? ലോണ് കൊടുക്കത്തില്ല. അതായത് എന്തെങ്കിലും ഇപ്പോൾ വീടിൻ്റെ ആധാരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി, ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ സാലറി സർട്ടിഫിക്കറ്റ്, അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ വെച്ചതിന് ശേഷം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ലോൺ കൊടുക്കുക. പ്രൊവൈഡ് മീഡിയം ടേം ലോങ് ടേം ലോൺസ് അല്ലേ. മീഡിയം ടേംസ് ലോൺസും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ലോൺസും ആര് കൊടുക്കുന്നുണ്ട്? ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്. അടുത്തത് സെക്കൻഡറി ഫംഗ്ഷനാണ്. ഒന്നാമത്തെ പ്രൈമറി ഫംഗ്ഷനിൽ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, അതുപോലെ തന്നെ ലെൻഡിങ് മണി, ക്യാഷ് ലോണായിട്ട് കൊടുക്കുക. എന്നാൽ സെക്കൻഡറി ഫംഗ്ഷൻസിൽ പഠിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഏജൻസി സർവീസസും മറ്റൊന്ന് ജനറൽ യൂട്ടിലിറ്റി സർവീസസും. അതിൽ ആദ്യത്തെ ഏജൻസി സർവീസസ് ആണ് ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത്. പ്രൊവൈഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആസ് ഏജൻറ്റ് ഓഫ് ദെയർ കസ്റ്റമർ അല്ലേ. ബാങ്കിലെ കസ്റ്റമേഴ്സിന് ഒരു ഏജൻ്റായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ബാങ്ക് പ്രവർത്തിക്കുക. എങ്ങനെ നോക്കാം? ഒന്ന് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലേ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ആൾക്കാർക്ക് എന്തെങ്കിലും കടം ആവശ്യമുണ്ടെങ്കിൽ, കടമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആര് പ്രൊവൈഡ് ചെയ്യും? ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇവർ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടറായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാങ്ക് നിൽക്കും. അത് മാത്രമല്ല കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ്സ് ആൻഡ് ചെക്സ് ആൻഡ് ബിൽസ് അല്ലേ. കസ്റ്റമർക്ക് റിസീവ് ചെയ്യേണ്ട ബാങ്ക് എന്താണ്, ബിൽസ്, ചെക്ക്, കാര്യങ്ങളെല്ലാം ആര് കളക്ട് ചെയ്യും? ബാങ്ക് കളക്ട് ചെയ്യും. ആർക്ക് പകരം? ഈ ഏജൻറ്റിന് പകരം. ഏജൻ്റ് അല്ല, ഈ കസ്റ്റമർക്ക് പകരം. അത് മാത്രമല്ല കളക്ഷൻ ഓഫ് ഡിവിഡൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് റെൻറ്റ് അല്ലേ. കസ്റ്റമർക്ക് കിട്ടേണ്ട റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ഇതെല്ലാം ആര് കളക്ട് ചെയ്യും? ബാങ്ക് കളക്ട് ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ഒരു സ്പെസിഫിക് ചാർജ് ആര് ഈടാക്കും? ബാങ്ക് ഈടാക്കും കേട്ടോ. വെറുതെ കളക്ട് ചെയ്യുന്നതല്ല, അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചാർജ് ബാങ്ക് ഈടാക്കുകയും ചെയ്യും. അതുമാത്രമല്ല പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് അല്ലേ. അതായത് മാർക്കറ്റിലുള്ള ഷെയർ മാർക്കറ്റിലുള്ള ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ് എല്ലാം നല്ല റേറ്റ് കാണിക്കുന്ന സമയത്ത്, സെക്യൂരിറ്റീസിന് നല്ല റേറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്ന സമയത്ത് ബാങ്ക് കസ്റ്റമറോട് ചോദിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട്, വാങ്ങിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വാങ്ങിക്കും? ബാങ്ക് വാങ്ങിക്കും. അതുമാത്രമല്ല പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, സബ്സ്ക്രിപ്ഷൻസ്, അതായത് കസ്റ്റമർ കൊടുക്കേണ്ട ഇൻഷുറൻസ് പ്രീമിയം, സബ്സ്ക്രിപ്ഷൻസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം ബാങ്ക് ആർക്ക് വേണ്ടിയിട്ട് കൊടുക്കും? കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്നെടുത്ത് കൊടുക്കും. ആക്ടിങ് ആസ് എ ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടർ, അതായത് കസ്റ്റമറുടെ ഒരു ട്രസ്റ്റി അല്ലെ, ഒരു വിശ്വസ്തൻ, അതുപോലെ തന്നെ എക്സിക്യൂട്ടറായിട്ട് ആര് പ്രവർത്തിക്കും? ബാങ്ക് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ആക്ടിങ് ആസ് ഏജൻറ്റ് ഓർ കറസ്പോണ്ടൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ ഫോർ അതർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ഹോം ആൻഡ് എബ്രോഡ്. വിദേശ രാജ്യങ്ങളിലും നാട്ടിലും ഒക്കെ കസ്റ്റമറുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ഏജൻറ്റ്, ട്രസ്റ്റി, ഒരു എക്സിക്യൂട്ടറായിട്ട് ആര് പ്രവർത്തിക്കുന്ന പറയുന്നത്? ഈ ബാങ്ക് പ്രവർത്തിക്കുന്ന പറയുന്നുണ്ട്. അതുപോലെ അടുത്ത പറയുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. റെൻഡഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് നോട്ട് ഓൺലി ടു ദി കസ്റ്റമർ ബട്ട് ഓൾസോ ജനറൽ പബ്ലിക്, എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സർവീസസ് ആണ്. ആദ്യം തന്നെ പറഞ്ഞു ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലേ. എന്താണ്, ഒരു ഗ്യാരണ്ടറായിട്ട് നിന്നിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുന്ന ആ സർവീസ് ഓൾറെഡി പറഞ്ഞു.
അത് മാത്രമല്ല ഇഷ്യൂ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ്, പേ ഓർഡർ, ബാങ്കേഴ്സ് ചെക്ക്, ട്രാവലേഴ്സ് ചെക്ക്, ഇതൊക്കെ സർവീസസ് ആണ്. അതുപോലെ തന്നെ സേഫ് കീപ്പിംഗ് ഓഫ് വാല്യുബിൾസ് ഇൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, അല്ലെ, ഒരു ലോക്കർ ഫെസിലിറ്റിയും കൂടി ആര് കൊടുക്കുന്നുണ്ട്? ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി, പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആൻഡ് ഫോൺ ബാങ്കിങ്, പിന്നെ സെയിൽ ഓഫ് പ്രോസ്പെക്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോംസ് ഓഫ് വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. അതുപോലെ തന്നെ ആക്സെപ്റ്റിംഗ് ടെലഫോൺ ബിൽസ്, ഇലക്ട്രിസിറ്റി ബിൽസ്, അല്ലേ, ഇന്ന് ആൾക്കാർക്ക് ബാങ്കിങ് ത്രൂ തന്നെ ടെലഫോൺ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടക്കാൻ പറ്റുന്നുണ്ട്. അണ്ടർറൈറ്റിംഗ് ലോൺസ് ഫ്ലോട്ടഡ് ബൈ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് ബോഡീസ്, സപ്ലൈ ട്രേഡ് ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ യൂസ്ഫുൾ ടു കസ്റ്റമേഴ്സ്, ആക്ടിങ് ആസ് എ റഫറി റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കസ്റ്റമർ. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ബാങ്കിൽ ഒരാൾ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ആ ബാങ്ക് അയാളുടെ എല്ലാ ഫിനാൻഷ്യൽ കാര്യത്തിലും ഇടപെടുന്ന ഒരു ഒരു ട്രസ്റ്റി, ഒരു വിശ്വസ്തനായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല ഇടപാടും കാര്യങ്ങളെല്ലാം നടത്തുന്ന നല്ല ബിസിനസ് മാന് കാര്യമായിട്ടുള്ള പരിഗണന ആര് കൊടുക്കുന്നുണ്ട്? ബാങ്കുകൾ കൊടുക്കും.